ഗ്രേഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കെമിസ്ട്രിയുടെ 7ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്. അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഇക്വേഷൻസും റിയാക്ഷൻസും ഒക്കെ നമുക്കിവിടെ എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനായിട്ട് ഉണ്ട്. ആദ്യമേ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒന്നുമല്ല, പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ അവരെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് അതിനുമായി ബന്ധപ്പെട്ട് വരുന്ന റിയാക്ഷൻസും ഇക്വിലിബ്രിയം എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ചധികം കാര്യങ്ങൾ നമുക്കിവിടെ എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ സിസ്റ്റമാറ്റിക് ആയിട്ട് കുറച്ച് വെച്ച് പഠിച്ചു പോകുന്നതാണ് നല്ലത്. അല്ലാതെ ഈ വൺ ഷോട്ട് കണ്ട് പരീക്ഷയുടെ തലേന്നിരുന്നുകൊണ്ട് സെറ്റാക്കാമെന്നൊന്നും ദയവേത് ഈ ഒരു ചാപ്റ്ററിനെ അങ്ങനെയൊന്നും മാറ്റി വയ്ക്കരുത്, പണി കിട്ടും. അപ്പോൾ തുടങ്ങാം. സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്. നമുക്കറിയാമല്ലോ, ഇൻഡസ്ട്രി ആയിക്കോട്ടെ അഗ്രികൾച്ചർ ആയിക്കോട്ടെ, രണ്ടിടത്തും കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയത്തിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ആണുള്ളത്. കാരണം കെമിസ്ട്രിയിലാണ് നമ്മൾ പല പല കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പല പല എലമെൻറ്റുകൾ, കോമ്പൗണ്ടുകൾ, അതിൻ്റെ മിക്സ്. ഇതാണ് നമ്മളിപ്പോൾ കൃഷി എടുത്താൽ ഫെർട്ടിലൈസർ, ഇൻസെക്ടിസൈഡ്, പെസ്റ്റിസൈഡ്, അങ്ങനെ പിന്നെ കിടക്കുകയാണ്. ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കെമിക്കൽ ഇല്ലാത്തൊരു ഇൻഡസ്ട്രി ഇല്ലല്ലോ, അല്ലേ? ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളെ നമ്മൾ പൊതുവെ കെമിക്കലുകൾ കൊണ്ട് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ആഹാരമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കെമിക്കൽസ് നമുക്ക് വേണം. അതിൽ നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങാൻ പോകുന്നത് അമോണിയയെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് തുടങ്ങാം. വാട്ട് ആർ ദ എലമെന്റ്സ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്? അല്ലേ, ചെടി നടാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അപ്പോൾ ഈ ചെടി നടുന്നവരാണ് നിങ്ങളെങ്കിൽ അറിയാം, നമ്മൾ ആദ്യം ഈ ചെടി നടുന്ന സമയത്ത് എല്ലാ മണ്ണിലും കൊണ്ട് എല്ലാ ചെടിയും നട്ടാൽ പൊടിക്കത്തില്ല. അപ്പോൾ ഈ മണ്ണ് പരിശോധിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്, അല്ലേ? മണ്ണൊക്കെ പരിശോധിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഒരു മണ്ണിൽ നമുക്ക് ആവശ്യമായിട്ട് നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽഷ്യം പോലെയുള്ള എലമെൻറ്റുകൾ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത് മണ്ണിൽ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഫെർട്ടൈൽ മണ്ണെന്ന് പറയുന്നത്. പക്ഷേ എല്ലാ മണ്ണും ഫെർട്ടൈൽ ആയിക്കോളണമെന്നില്ലല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ഇതില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഫെർട്ടിലൈസറുകളുടെ രൂപത്തിൽ ആഡ് ചെയ്യും. അങ്ങനെ നൈട്രജൻ ഫെർട്ടിലൈസറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, നൈട്രജൻ ഫെർട്ടിലൈസർ മാത്രമല്ല മറ്റ് പല ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസും ഉള്ള ഒരു കെമിക്കലാണ് എന്തെന്ന് പറയുന്നത്, അമോണിയ. അപ്പോൾ അമോണിയയുടെ അല്ലേ രാസനാമം, അല്ലെ, അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നൈട്രജൻ, ഹൈഡ്രജൻ, ഒരു 3 NH3 ആണ് എന്തെന്ന് പറയുന്നത്, അമോണിയ, അല്ലെ? ഒരു നൈട്രജനും അതിനോടൊപ്പം 3 ഹൈഡ്രജനും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അമോണിയ കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം അറിയാമല്ലോ, അമോണിയയ്ക്ക് ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 3 പേരുടെ കുറവുണ്ട്. ആ 3 പേരാണ് ഈ ഹൈഡ്രജൻ 3 പേര് ചേരുന്നത്. ഇങ്ങനെ കിട്ടുന്നതാണ് അമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ അമോണിയയിൽ ആദ്യം പഠിക്കേണ്ട പോയിന്റ് അമോണിയ NH3, അമോണിയ NH3, അമോണിയ NH3. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? നൈട്രോജീനിയസ് ഫെർട്ടിലൈസറുകളുടെ നിർമ്മാണത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്. 20ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ തുടക്കത്തിലാണിത് വ്യാവസായികമായി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ വ്യാവസായികമായി ഇത് പ്രിപ്പയർ ചെയ്തപ്പോഴാണ് നമുക്ക് കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾ ചോദിക്കാതെ വ്യാവസായികമായിട്ട്, കാരണം മുമ്പും ഇത് കണ്ടെത്തിയത് 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊന്നും അല്ല, മുമ്പേ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അന്ന് ലാബുകളിൽ നമുക്ക് വളരെ ചെറിയ അളവിൽ ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് അതുകൊണ്ട് കാര്യമില്ല, അല്ലേ? നമുക്ക് ഒരു കൃഷിക്ക് ഫെർട്ടിലൈസറൊക്കെ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അത് വലിയ ബൾക്ക് അളവിൽ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പിന്നീടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നൈട്രജൻ, അമോണിയ, ഹൈഡ്രജൻ ചേർന്ന അമോണിയയെ പറ്റി ഒന്ന് പഠിക്കാൻ പോകണം. ആരാണ് അമോണിയ, അവൻ്റെ സ്വഭാവം എന്താണെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാബിൽ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പഠിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ യൂസ് പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കെമിക്കൽ റിയാക്ഷനുകളെ പറ്റിയിട്ടും പഠിക്കും. അപ്പോൾ ഇന്ന് കെമിക്കൽ റിയാക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് പറയുമ്പോൾ ലേഷാർലെ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെ വിശദമായിട്ട് അങ്ങ് പോകണം. ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ അത്രയും വേണ്ട. അതുകൊണ്ട് ഞാൻ അതെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും സമയം കിട്ടിയാൽ നോക്കാം. അപ്പോൾ ആരാണ് അമോണിയ, എങ്ങനെയാണ് അമോണിയ പ്രിപ്പയർ ചെയ്യുന്നത്? ലാബിൽ അല്ലെങ്കിൽ ലബോറട്ടറിയിൽ അമോണിയ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് 2 ആൾക്കാരെയാണ് ആവശ്യം. ഒന്നൊരു അമോണിയം സാൾട്ടായിട്ടുള്ള അമോണിയം ക്ലോറൈഡ്, NH4Cl. അമോണിയ എന്ന് പറയുമ്പോൾ NH4, ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ Cl, അമോണിയം ക്ലോറൈഡ്. അമോണിയ ആണ് NH3, അമോണിയം എന്ന് പറയുമ്പോൾ NH4. ഇനി മറ്റൊന്നാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, CaOH ട്വൈസ്. അപ്പോൾ ആദ്യമേ പഠിച്ചു വെച്ചു. ഇതൊക്കെ ഇപ്പോൾ എങ്ങനെ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതി പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ വഴി, അല്ലേ? ഇപ്പോൾ നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗണിച്ചെടുക്കാൻ പറ്റും. അവിയൽ എന്ന് പറയുമ്പോഴത്തേക്കും കായ, പയർ, പപ്പടം, അങ്ങനെയൊക്കെ പപ്പടമല്ലല്ലോ, അങ്ങനെ എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ ആ സാധനം അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണല്ലോ. അതുപോലെ അമോണിയ നമ്മൾ എന്ത് ചെയ്തു, ഈ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അത് പഠിക്കാൻ എന്താണ്, നമ്മൾ എഴുതി പലതവണ കണ്ട് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. വേറെ ട്രിക്കും കോഡും ഒന്നും തൽക്കാലം എനിക്കിപ്പോൾ കിട്ടിയിട്ടില്ല. ഇനി എന്തായാലും മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നീടുള്ള ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പോൾ അമോണിയ നിർമ്മിക്കാൻ വേണ്ട കമ്പോണൻറ്റുകൾ ആരൊക്കെയാണ്? ഒന്ന് അമോണിയം ക്ലോറൈഡ്, അല്ലേ? അപ്പോൾ അമോണിയം എന്ന് പറയുമ്പോൾ NH4, ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്, Cl. അപ്പോൾ NH4Cl അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസും.
ഇവർ രണ്ടുപേരും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വാച്ച് ഗ്ലാസ്സിൽ എടുക്കുന്നു എന്ന് വെച്ചാൽ ഒരു ഡിഷിൽ എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ രണ്ടിനെ കൂടെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളാണെന്ന് മിക്സ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മൂക്ക് നിങ്ങൾ വിരൽ വെച്ചിങ്ങനെ അയ്യോ എന്ന് ബൊത്തത്തക്ക രീതിയിൽ ഒരു പഞ്ചൻ്റ് സ്മെല്ല് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. പക്ഷേ പ്രത്യേകിച്ച് ഒരു നിറവും അവിടെ കാണത്തില്ല. നമ്മൾ രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, പെട്ടെന്ന് അതാ ഒരു വൃത്തികെട്ട നാറ്റം മൂക്കിലേക്ക് വരും. ആ വന്ന മാറ്റം എന്ന് പറയുന്ന ആരാണ്? ആ വന്ന നാറ്റം എന്ന് പറയുന്നത് അമോണിയ ഗ്യാസിൻ്റെ നാറ്റമാണ്. എന്തിൻ്റെ നാറ്റമാണ്? അമോണിയ ഗ്യാസിൻ്റെ നാറ്റമാണ്. അപ്പോൾ അമോണിയ എന്നാൽ ആരാണ്? ലബോറട്ടറിയിൽ അമോണിയം ക്ലോറൈഡിനെയും കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെയും തമ്മിൽ ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നിറമില്ലാത്ത, അതായത് കളർലെസ് ആയ പഞ്ചൻ്റ് സ്മെല്ലുള്ള ഒരു ഗ്യാസാണ് അമോണിയ എന്ന് പറയുന്നത്. ഈ അമോണിയ വെള്ളത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ലിറ്റ്മസ് പേപ്പറുകൾ കൊണ്ടുവരുന്നു. ഒന്ന് ബ്ലൂ ലിറ്റ്മസ് പേപ്പറും മറ്റൊന്ന് റെഡ് ലിറ്റ്മസ് പേപ്പറും. അപ്പോൾ നിങ്ങൾക്കറിയാം ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എപ്പോഴാണ് റെഡായിട്ട് മാറുന്നത്? അത് ആസിഡുമായി കോൺടാക്റ്റിലാവുമ്പോഴാണ്. റെഡ് ലിറ്റ്മസ് പേപ്പർ എപ്പോഴാണ് ബ്ലൂ ആയിട്ട് മാറുന്നത്? അത് ബേസിക് ആയ ഒരു വസ്തുവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ്. നമ്മൾ രണ്ടുപേരെയും കൊണ്ടുവന്ന് ഇതുകൊണ്ട് വെച്ച് നോക്കി, ഏതാണെന്ന് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ കണ്ടത് ഈ പറയുന്ന ബ്ലൂ ലിറ്റ്മസ് ബ്ലൂ ആയി തന്നെ അവിടെ നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം അത് അസിഡിക് അല്ല. അപ്പോൾ റെഡ് ലിറ്റ്മസ് എന്തായിട്ട് മാറി? ബ്ലൂ ആയിട്ട് മാറി. അതായത് എന്താണ്? ബേസിക് നേച്ചറാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന നിർമ്മിച്ചെടുത്ത ഗ്യാസിൻ്റെ ഭാഗത്തോട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പറയുന്ന വാച്ച് ഗ്ലാസ്സിലേക്ക് ലിറ്റ്മസ് പേപ്പർ കൊണ്ടുവരുന്നു, ബ്ലൂവും റെഡും കൊണ്ടുവരുന്നു. അവിടെ ആരാ റിയാക്ട് ചെയ്യുന്നത്? റെഡ് അവിടെ എന്തായിട്ട് മാറും? ബ്ലൂ ആയിട്ട് മാറും. ഒബ്സർവേഷനാണ്. നിങ്ങൾ ലാബ് സ്കൂളുകാർ കൊണ്ടുപോയി ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഷോസ് എന്താണ് അമോണിയ എന്ന് പറയുന്നത് ബേസിക് ആയ ഒരു വസ്തുവാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ അമോണിയയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെ പഠിച്ചു? നമ്മൾ പഠിച്ചു NH4Cl അമോണിയം ക്ലോറൈഡും അതോടൊപ്പം തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസും പരസ്പരം ചേരുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടുന്നു? കളർലെസ്സും നിറമില്ലാത്തതും എന്നാൽ പഞ്ചൻ്റ് സ്മെല്ലുള്ള ഒരു ഗ്യാസ് കിട്ടുന്നു. ആ ഗ്യാസിൻ്റെ പേരാണ് NH3. അപ്പം നമുക്കിവിടെ എഴുതിക്കൂടെ എന്ത് കിട്ടി? NH3 കിട്ടി. പിന്നെ എന്തുണ്ട്? അതായത് ഇവിടെ നിന്ന് ഒരു NH3 പോയി. പിന്നെ കാൽഷ്യം ക്ലോറൈഡും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം CaCl2 എന്തായാലും ഉണ്ടാകും. പിന്നെ OH വെച്ചും കൂടെ ചേർന്ന് എന്തുണ്ടാകും? H2O ഉണ്ടാകും. അങ്ങനെ നമുക്കൊരാളെ കിട്ടും. അതായത് അമോണിയം ക്ലോറൈഡ് NH4Cl-ഉം CaOH ട്വൈസും കൂടെ ചേരുമ്പോൾ നമുക്ക് അമോണിയ കിട്ടി. അപ്പോൾ NH3 എന്തായാലും നമുക്കറിയാം. പിന്നെ നോക്കിയപ്പോൾ ഇവിടുന്ന് NH പോയി. അപ്പോൾ ഇവിടെ ഒരു ബാക്കി ആരൊക്കെയുണ്ട്? ഒരു H ഉണ്ട്, ഒരു Cl ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു Caയും OH ഉണ്ട്. അപ്പോൾ ഈ Caയും Cl-ഉം കണ്ടാൽ എപ്പോഴും CaCl2 കാൽഷ്യം ക്ലോറൈഡ് ഉണ്ടാകും. പിന്നെ HOHും കൂടെ ചേർന്നിട്ട് H2Oയും ഉണ്ടാകും. എഴുതാൻ പറ്റുമല്ലോ, കിട്ടുമല്ലോ. ഇനി ബാലൻസ് ചെയ്യാന്നുള്ളതാണ്. നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നൈട്രോജൻ എന്ന് പറയുന്ന ഇടത്തും വലത്തും ഓരോന്ന് വെച്ചിട്ടേ ഉള്ളൂ. ഹൈഡ്രോജൻ എന്ന് പറയുന്നത് 4, 2, 6. ഇവിടെയാണെങ്കിൽ എത്രയാണ്? 3, 2, 5 ഉണ്ട്. ക്ലോറിൻ ഇവിടെ 1, പക്ഷേ ഇവിടെ 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലോറിനെ ബാലൻസ് ചെയ്യാം. ഇവിടെ ക്ലോറിൻ 2 ഉണ്ട്, ഇവിടെ ക്ലോറിൻ 1 ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 ആക്കാൻ വേണ്ടി ഇവിടെ 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ 2NH4Cl + CaOH ട്വൈസ് ഗീവ്സ് NH3 + CaCl2 + H2. ക്ലോറിൻ അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും 2 ആയി. പക്ഷേ നൈട്രോജൻ എന്തായി? ഇവിടെ ഇപ്പോൾ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ 2 അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ബാലൻസ് ആയി. പിന്നെ ഇനി ആരാ ബാലൻസ് ആവാൻ ഉള്ളത്? ഹൈഡ്രോജൻ ആണുള്ളത്. ഹൈഡ്രോജൻ നോക്കി, ഇവിടെയാണെങ്കിൽ 4 × 2 8, ഇവിടെയാണെങ്കിൽ 2, അപ്പോൾ 8, 2, 10. ഇവിടെയാണെങ്കിലോ 3, 2, 6, ഇവിടെ എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 2 ഇട്ട് കൊടുത്താൽ 2, 2, 4 ആവും, 10 ആവും. അപ്പോൾ നമ്മൾ ഇവിടെ 2 ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് നോക്കിയേ, അപ്പുറം ഇപ്പുറം ബാലൻസ് ആയോ? ഒന്നും ആയി കാണണം അല്ലേ? നൈട്രോജൻ എത്ര? 2. ഹൈഡ്രോജൻ എത്ര? 4, 2, 6. ഇവിടെ ഹൈഡ്രോജൻ 2 എണ്ണം ഉണ്ട്, അപ്പോൾ 10. ഇവിടെ എത്ര? 3, 2, 6, 6, 4, 10. ക്ലോറിൻ ഇവിടെ 2, ക്ലോറിൻ ഇവിടെ 2. കാൽഷ്യം ഇവിടെ 1, കാൽഷ്യം ഇവിടെ 1. ഓക്സിജൻ ഇവിടെ 2, ഓക്സിജൻ ഇവിടെ എത്രയുണ്ട്? എത്രയുണ്ട്? 2 ഉണ്ട് അല്ലേ? ഓക്സിജൻ ഇവിടെ എത്രയുണ്ട്? 2 ഉണ്ട്. സോ ഇക്വേഷൻ എന്തായി? ബാലൻസ് ആയി. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ NH4Cl-ഉം CaOH-ഉം ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? NH3 കിട്ടുന്നു 2 എണ്ണം. പിന്നെ എന്ത് കിട്ടുന്നു? CaCl2 കിട്ടുന്നു 1 എണ്ണം. H2O കിട്ടുന്നു എത്ര എണ്ണം? 2 എണ്ണം. ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എന്തായാലും ഈ പറയുന്ന ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ എഴുതാനെങ്കിൽ നിങ്ങൾക്ക് മിനിമം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതാണ് ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. കിട്ടിയോ? അപ്പോൾ നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന കുട്ടികളെ ക്ലാസ്സൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക,
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാണുന്ന മനോഹരമായ നോട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എങ്ങനെ? ടെലഗ്രാം വാട്സാപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ കിട്ടിയല്ലോ. അമോണിയ എന്ന് വെച്ചാൽ എന്താണ്? അതൊരു കെമിക്കലാണ്. എന്തിന് യൂസ് ചെയ്യുന്നു? നൈട്രോജീനിയസ് ഫെർട്ടിലൈസറുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അത് ചെടികൾക്ക് ആവശ്യമാണ്. ലബോറട്ടറിയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ അമോണിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. സ്മോൾ എമൗണ്ട് ഓഫ് അമോണിയം ക്ലോറൈഡ് ഒരു വാച്ച് ഗ്ലാസ്സിൽ എടുത്തിട്ട് അതിലേക്ക് ലിറ്റിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് നമ്മളതിനെ നന്നായി ഇളക്കുമ്പോൾ നമുക്ക് നിറമില്ലാത്ത പഞ്ചൻ്റ് സ്മെല്ലുള്ള ഒരു ഗ്യാസ് കിട്ടും. അതിൻ്റെ സ്വഭാവം എന്തെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ലിറ്റ്മസ് ടെസ്റ്റ് നടത്തിയപ്പോഴത്തേക്കും ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന് മാറ്റമൊന്നുമില്ല, പക്ഷേ റെഡ് എന്തായിട്ട് മാറി? ബ്ലൂ ആയിട്ട് മാറി. അതിൻ്റെ അർത്ഥം അമോണിയ എന്ന് പറയുന്നത് ക്ഷാര സ്വഭാവമുള്ള, ബേസിക് സ്വഭാവമുള്ള ഒരാളാണ് എന്ന് നമുക്ക് മനസ്സിലായി. കെമിക്കൽ ഇക്വേഷൻ എഴുതി ഒന്നും കൂടെ നമ്മൾ പറയുന്നു. എന്താണ്? NH4Cl റിയാക്ട് ചെയ്യുന്നു CaOH ട്വൈസുമായിട്ട്. ബ്രാക്കറ്റ് ഉള്ളത് കൊണ്ട് ഈ OH രണ്ടെണ്ണം ഉണ്ടെന്നാണ് അർത്ഥം. നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് കിട്ടുന്നു NH3 പ്ലസ് NH3 പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ക്ലോറിനും കാൽഷ്യവും കൂടി ചേർന്നിട്ട് CaCl2 പ്ലസ് HOH കൂടി ചേർന്നിട്ട് H2O. ഇടത്തും വലത്തും നോക്കിയപ്പോൾ ആദ്യം നോക്കിയപ്പോൾ നൈട്രോജൻ ബാലൻസ് ആണ്. ഹൈഡ്രജൻ നമുക്ക് 4 ഉണ്ട്. ഇവിടെയും എന്തായാലും 4, 2, 3, 2, 5 ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? 6 ഉണ്ട്. ബാലൻസ് ചെയ്യാം. ക്ലോറിനും ഇവിടെ 1 ഉള്ളൂ, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ക്ലോറിൻ ബാലൻസ് ചെയ്യാൻ ആദ്യം നമ്മൾ 2 ഇട്ട് കൊടുക്കുമ്പോൾ നൈട്രോജൻ 2 ആകും. ആ നൈട്രോജൻ ബാലൻസ് ചെയ്യാൻ ഇവിടെ 2 ഇട്ട് കൊടുക്കുമ്പോൾ നൈട്രോജനും ഹൈഡ്രജനും ഒക്കെ ബാലൻസ് ആയി. ബാലൻസ് ആകാം. പിന്നെ ബാക്കിയുള്ളത് ആരാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ഇവിടെ 10 ഉണ്ട്. ഇവിടെ എത്രയേ ഉള്ളൂ? 8 ഇല്ല, ഇവിടെ എത്രയേ ഉള്ളൂ? 6, 8 ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ബാലൻസ് ആവും. ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ നമുക്ക് കിട്ടും. ഇനി ഇവിടെ നിന്ന് ചോദ്യം വരുന്നത് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ നിന്നാണ്. ഇതുപോലൊരു പടം തന്നിട്ട് ചോദ്യം ചോദിക്കാനുള്ള സാധ്യത 100% ഉണ്ട് ഈ ഭാഗത്ത് നിന്ന്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടുത്തെ സംഭവം? നമ്മൾ ലാബിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചുമ്മാ വാച്ച് ഗ്ലാസ്സിലിട്ട് കറക്കിക്കൊണ്ടിരുന്ന ആ ഗ്യാസ് എങ്ങോട്ടെങ്കിലും പോകും. നമുക്കത് ഉപയോഗിക്കണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന പോലത്തെ ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അവിടേക്ക് നമ്മൾ NH4Cl CaOH ട്വൈസും കൂടെ എടുക്കും. NH4Cl CaOH ട്വൈസും കൂടെ എടുക്കും. അതാണ് അതായി കാണുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യും? ചൂടാക്കും. നമ്മളതിനെ എന്ത് ചെയ്യും? ചൂടാക്കിയിട്ട് വരുന്ന വാതകത്തെ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഇതിൻ്റെ പേരാണ് ഡ്രൈയിങ് ടവർ. എന്താ ഡ്രൈയിങ് ടവർ എന്ന് വെച്ചാൽ? നമുക്കിവിടെ ഈ പറയുന്ന റിയാക്ഷനിലൂടെ കിട്ടുന്ന അമോണിയയിൽ എന്തുകൂടെ ഉണ്ട്? വാട്ടർ കണ്ടന്റ് കൂടെ ഉണ്ട്. ഈ വാട്ടർ നമുക്ക് ആവശ്യമാണോ? അല്ല. അപ്പോൾ ഈ വാട്ടർ നശിച്ചു പോകാൻ അല്ലെങ്കിൽ വാട്ടർ അബ്സോർബ് ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ ക്യുക്ക് ലൈം അഥവാ കാൽഷ്യം ഓക്സൈഡിലൂടെ ഈ ഗ്യാസിനെ കടത്തിവിടും. അങ്ങനെ ഈ ഗ്യാസ് ഇതുവഴി കടന്നു പോകുന്ന സമയത്ത് ഈ ക്യുക്ക് ലൈം എന്ത് ചെയ്യും? ഇവിടെയുള്ള വാട്ടറിനെ മൊത്തം എന്ത് ചെയ്യും? അങ്ങോട്ട് പാസ് ചെയ്തെടുക്കും. അല്ലെ, മോയ്സ്ചർ കണ്ടെയ്നിങ് അങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം വരുന്നത്, എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഫ്ലാസ്ക് വെച്ചാൽ പോരെ, എന്തുകൊണ്ട് അതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ തലകീഴായി വെച്ചേക്കുന്നത്? അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ പറയുന്ന അമോണിയ ഗ്യാസ് എന്ന് പറയുന്നത് ഇത് ആരാണ്? നമ്മുടെ എയറിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞ ആളാണ്. അപ്പോൾ എന്ത് പറ്റും? നമുക്കറിയാം ഡെൻസിറ്റി കുറഞ്ഞ ആൾ എപ്പോഴും ഉയർന്ന് മുകളിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ഇവിടെ തലകീഴായിട്ടൊരു ഫ്ലാസ്ക് വെച്ചിട്ടാണ് ഈ പറയുന്ന ഗ്യാസിനെ കൊണ്ട് വെച്ചിരുന്നതെങ്കിൽ ഈ ഗ്യാസ് അവിടെ നിൽക്കാതെ എന്ത് ചെയ്തേനെ? അറ്റ്മോസ്ഫിയറിലോട്ട് പോയേനെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഫ്ലാസ്കിനെ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിനെ തലകീഴായി വെച്ചേക്കുന്നത്. ഇവിടുന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഡ്രൈയിങ് ടവറിൻ്റെ ഉപയോഗം എന്ത്? മോയ്സ്ചർ റിമൂവ് ചെയ്യാൻ, ഈർപ്പം റിമൂവ് ചെയ്യാൻ. കാരണം ഇവിടെ ഈർപ്പം ഉണ്ടല്ലോ, H2O എന്ന് വെച്ചാൽ ഈർപ്പം അല്ലേ. ഇനി എന്തുകൊണ്ടാണ് തലകീഴായിട്ട് വെച്ചേക്കുന്നത്? തലകീഴായിട്ട് വെച്ചേക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ്. Why it is kept inverted? Because ammonia is less denser than air. അപ്പോൾ അത് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടി, അല്ലെ, നമ്മൾ ഉയർന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ തലകീഴായിട്ട് വയ്ക്കുമ്പോൾ ഇവിടെ എന്ത് പറ്റും? ഗ്യാസ് കളക്ട് ആകും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ഇവിടെ അടുത്ത് പറയുന്നത്. പ്രിപ്പറേഷനകത്ത് നമ്മുടെ ഡ്രൈയിങ് ടവറിൻ്റെ ഉപയോഗം എന്ത്, അതുപോലെ അമോണിയ കളക്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് തലകീഴായിട്ട്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് വന്നിട്ട് ഇവിടുത്തെ റിയാക്ഷൻ എഴുതാൻ ചോദിക്കാം. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് ചോദിക്കുന്നത് എന്താണ്? ഡ്രൈയിങ് ടവറിൻ്റെ ഉപയോഗം എന്താണ്? അപ്പോൾ നിങ്ങൾ പറയണം എന്താണ് ഡ്രൈയിങ് ടവർ നമ്മൾ എന്ന് വെച്ചാൽ അതിനകത്ത് കാൽഷ്യം ഓക്സൈഡ് അഥവാ ക്യുക്ക് ലൈമാണ് നിറച്ച് വെച്ചേക്കുന്നത്. അതിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഈർപ്പം റിമൂവ് ആകും. അതാണ് ഈ പറയുന്ന എന്തിൻ്റെ ജോലി? ഡ്രൈയിങ് ടവറിൻ്റെ ജോലി. അടുത്ത് എന്തുകൊണ്ടാണത് ഇൻവേർട്ടഡ് ആയിട്ട് വെച്ചേക്കുന്നത്? ബിക്കോസ് അമോണിയ ഈസ് ലൈറ്റർ ദാൻ എയർ ആൻഡ് ഇറ്റ് വിൽ റൈസസ് അപ്പ്. അമോണിയ എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റർ ആണ് എന്ന് വെച്ചാൽ ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ അതിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് പറ്റുമല്ലോ? പറ്റണം. അടുത്ത് മറ്റൊരു എക്സ്പെരിമെൻറ്റ് എവിടെ കണ്ടാലും മറക്കാതെ നോക്കിക്കൊള്ളണം. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ എക്സ്പെരിമെൻറ്റിൻ്റെ കളിയാണ്.
അപ്പോൾ എന്താണ് ഇവിടെ മനോഹരമായി കണ്ടിരിക്കുന്നത്? ഇവിടുന്ന് ഒരു മനോഹരമായ ഒരു ഫൗണ്ടൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണിത്? നമ്മുടെ അമോണിയ ഗ്യാസ്. ഇത് വെള്ളം ഉണ്ടല്ലോ, വെള്ളത്തിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചോളുക, വെള്ളത്തിൽ എന്താണ്? ഹൈലി സോല്യൂബിൾ ആണ്. എന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ നമ്മൾ ഈ പറയുന്ന അമോണിയ ഗ്യാസും വെള്ളം H2O അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അമോണിയ ഗ്യാസിനെ കൊണ്ടുവന്ന് വയ്ക്കുകയാണെങ്കിൽ ഈ അമോണിയ ഗ്യാസ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ഈ വെള്ളത്തിലോട്ട് ഡിസോൾവ് ചെയ്യും. ഈ വെള്ളത്തിലോട്ട് ഡിസോൾവ് ചെയ്ത് ഇവിടുന്ന് ഇല്ലാണ്ടായിട്ട് മാറും. അപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ പറയുന്ന ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ആദ്യം എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള എന്തെടുക്കുന്നു? ഒരു ജാർ എടുക്കുന്നു. ഒരു നമ്മൾ വിളിക്കുന്ന പേര് റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എന്നാണ്. റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, ബോട്ടം റൗണ്ട് ആയിട്ടിരിക്കുന്ന ഒരു ഫ്ലാസ്ക്. നമ്മൾ ഇതിനെ തലകീഴായിട്ട് വയ്ക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ എന്തുണ്ട്? അമോണിയ ഗ്യാസ് ഉണ്ട്. അമോണിയ ഗ്യാസ് ഉണ്ട്. അപ്പോൾ അമോണിയ നിറച്ച ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിനടുത്ത് നമ്മൾ വെച്ചു. ഈ ഫ്ലാസ്കിനകത്ത് ഇപ്പോൾ ആരുണ്ട്? അമോണിയ നിറഞ്ഞിരിക്കുകയാണ്. ഗ്യാസിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു. എന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യും? ബോട്ടം ക്ലോസ് ചെയ്തിട്ട് ഒരു പൈപ്പ് ഇടും. ഓക്കെ, ഈ പൈപ്പ് ഒരു ബീക്കറിൽ വെച്ചിരിക്കുകയാണ്. ഈ ബീക്കർ നിറച്ച് എന്തുണ്ട്? വെള്ളമുണ്ട്. വെള്ളത്തിനോടൊപ്പം നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഫീനോഫ്താലിൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്? ഫീനോഫ്താലിൻ അറിയാമല്ലോ, ബേസിക്കായ ഒരാളുമായിട്ട് കോൺടാക്ട് വരുമ്പോൾ അത് പിങ്ക് നിറത്തിൽ മാറും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് വെച്ചു. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നുമില്ല. വെള്ളമൊന്നുമില്ല. ഒരു റിയാക്ഷൻ നടക്കത്തില്ല. കാരണം നമ്മൾ എൻ്റെ എന്ത് ചെയ്ത് വെച്ചേക്കുകയാണ്? സീൽ ചെയ്ത് വെച്ചേക്കുകയാണ്. നമ്മൾ ഒരു സിറിഞ്ച് ഉപയോഗിച്ച് കണ്ടോ, സിറിഞ്ചിൻ്റെ സൂചി അകത്തോട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഒരു സിറിഞ്ച് ഉപയോഗിച്ച് നമ്മൾ ഇതിനകത്തേക്ക് എന്ത് ചെയ്യുന്നു? കുറച്ച് വെള്ളം കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? നിങ്ങൾക്കറിയാം, വെള്ളം കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഞാൻ പറഞ്ഞു, ഈ പറയുന്ന അമോണിയ ഗ്യാസ് എന്ന് പറയുന്നത് വെള്ളത്തിൽ ഹൈലി സോല്യൂബിൾ ആണ്. അപ്പോൾ ഇവിടെ ഉള്ള ഈ പറയുന്ന അമോണിയ ഗ്യാസ് അത്ര എന്ത് പറ്റും? ഈ വെള്ളമായിട്ട് അലിയും. വെള്ളമായിട്ട് അലിയുമ്പോൾ എന്ത് പറ്റും? ഇവിടെയുള്ള ഗ്യാസ് ഇല്ലാണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ അമോണിയ ഗ്യാസ് വെച്ചാൽ ഈ അമോണിയ ഗ്യാസ് അത്രയും എങ്ങോട്ട് പോകും? വെള്ളത്തിലോട്ട് അലിയും. അതേ ലോജിക്ക് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പറയുന്ന ഗ്യാസ് മൊത്തം ഈ വന്ന വെള്ളത്തുള്ളികളിലോട്ട് അലിയുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് മൊത്തം പോയില്ലേ? ഗ്യാസ് പോകുമ്പോൾ ഇവിടെ വാക്യൂം ഉണ്ടാവൂലേ? അതായത് ഇവിടെ ഒരു ലോ പ്രഷർ ഉണ്ടാവൂലേ? അപ്പോൾ നമുക്കറിയാമല്ലോ, ഹൈ പ്രഷർ താഴെ. ഇവിടെ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഹൈ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷറുണ്ട്, ഇവിടെ ലോ പ്രഷറാണ്. അപ്പോൾ ഈ പ്രഷർ ഡിഫറൻസ് കാരണം ഈ അകത്തുള്ള വെള്ളം പമ്പ് ചെയ്ത് എങ്ങോട്ട് പോകും? മുകളിലോട്ട് പോകും. ഈ അകത്തെടുക്കുന്ന വെള്ളം പമ്പ് ചെയ്ത് എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. മുകളിലോട്ട് വരുന്തോറും ഇവിടെ അമോണിയ ഗ്യാസ് ഫുള്ള് പോയിട്ടില്ലല്ലോ. ആ പോയ ഗ്യാസ് അത്ര എന്ത് ചെയ്യും? അല്ലെങ്കിൽ പോവാതെ ബാക്കിയുള്ള ഗ്യാസ് അത്ര എന്ത് ചെയ്യും? ഈ വെള്ളമായിട്ട് ചേരും. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ എന്ത് പറ്റും? വെള്ളം താഴെ നിന്ന് നിറഞ്ഞു വരും. ഇവിടെ ഫീനോഫ്താലിൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ബേസിക് സ്വഭാവം അല്ലേ, ആ ബേസിക് സ്വഭാവം കാരണം ഈ വരുന്ന വെള്ളത്തിൻ്റെ നിറവും എന്തായിട്ട് മാറും? പിങ്ക് ആയിട്ട് മാറും. കാരണം ഇവിടെ ഫീനോഫ്താലിൻ ഉണ്ട്. ആദ്യത്തെ ഒരു തുള്ളി വെള്ളം വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ തുടങ്ങി? ഇതത്രയും എന്ത് ചെയ്യാൻ തുടങ്ങി? മിക്സ് ആകാൻ തുടങ്ങി. അപ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന നിറം മാറിക്കൊണ്ടേയിരിക്കും. എന്ത് ചെയ്യും? നിറം മാറിക്കൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെരിമെൻ്റ് എന്താണ്? അമോണിയം സോല്യുബിലിറ്റി എക്സ്പെരിമെൻ്റ് ആണ് നമ്മളിത് പറയുന്നത്. എന്താണ്? അമോണിയം സോല്യുബിലിറ്റി എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അമോണിയം സോല്യുബിലിറ്റി എക്സ്പെരിമെൻറ്റ് എന്താണ്? വെൻ വാട്ടർ ഈസ് ഇൻജെക്റ്റഡ് ഇൻ ടു ദ ഫ്ലാസ്ക്. ഈ വെള്ളത്തിലോട്ട് നമ്മൾ വാട്ടർ ഇൻജെക്ട് ചെയ്യുമ്പോൾ അവിടെ അമോണിയ ഗ്യാസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ വാട്ടർ റഷ് ചെയ്യും. എന്നിട്ട് എന്ത് പറ്റും? ഒരു ഫൗണ്ടൻ എഫക്റ്റ് ഉണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗ്യാസ് വെള്ളമായിട്ട് ഡിസോൾവ് ആവും. അതായത് ഈ പറയുന്ന NH3 എന്ന് പറയുന്ന ഗ്യാസ് അവിടെ ഉണ്ടാകുന്ന വെള്ളം എന്ന് പറയുന്ന H2O ആയിട്ട് മിക്സ് ആയിട്ട് NH4OH ആയിട്ട് മാറും. എന്തായിട്ട് മാറും? NH4OH. ഈ NH4OH എന്ന് പറയുന്നത് എന്താണ്? ബേസിക് സ്വഭാവമുള്ള ഒരാളായതുകൊണ്ടാണ് ഇവിടെ നിറമില്ലാതിരുന്ന ഫീനോഫ്താലിൻ ഇവിടെ എത്തിയപ്പോൾ എന്തായിട്ട് മാറിയത്? പിങ്ക് നിറമായിട്ട് മാറിയത്. ഓക്കെ, അമോണിയ ഹൈലി വാട്ടറിൽ സോല്യുബിൾ ആകും. ഈ ഡിസൊല്യൂഷൻ കാരണം ഫ്ലാസ്കിനകത്ത് ഒരു വാക്യൂം ക്രിയേറ്റ് ആകും. ഈ വാക്യൂം എന്ന് പറഞ്ഞാൽ ലോ പ്രഷർ. അപ്പോൾ ഇവിടെ ഹൈ പ്രഷർ. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് വെള്ളം മൂവ് ചെയ്യും. അങ്ങനെയാണ് താഴെയുള്ള വെള്ളം പ്രഷറിൽ മുകളിലോട്ട് വരുന്നത്. അങ്ങനെ നമുക്ക് NH4OH കിട്ടും. ഈ NH4OH ആണ് ബേസിക് സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഫീനോഫ്താലിൻ ഇൻഡിക്കേറ്ററിന് ഇവിടെ എന്തായിട്ട് മാറ്റുന്നത്? പിങ്ക് നിറത്തിലേക്ക് മാറ്റുന്നത്. എന്തിലേക്ക് മാറ്റുന്നത്? പിങ്ക് നിറത്തിലേക്ക് മാറ്റുന്നത്. ഓക്കെ,
Why does the water entering the flask changes its color? Because NH4OH is formed, which is basic. So phenolphthalein എന്തായിട്ട് മാറി? പിങ്ക് ആയിട്ട് മാറി. Which property of ammonia is responsible for this change? എന്താണ്? Ammonia is highly soluble in water. ഈ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് ഇതിവിടെ സംഭവിച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ റിയാക്ഷൻ. NH3 + H2O gives NH4OH. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു തന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ചോദ്യം കിട്ടുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു സിമ്പിളാണെന്ന്. മനസ്സിലാക്കാതെ ഇതിങ്ങനെ വെറുതെ പഠിച്ചു വെച്ചൊരു കുട്ടിക്ക് ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് വരുന്നു ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. അപ്പോൾ ഇത് വൺ വേർഡ് ചോദിക്കും. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ വിളിക്കുന്ന പേരെന്ത്? ഹേബർ പ്രോസസ്സ്. എന്താണ്? ഹേബർ പ്രോസസ്സ്. അപ്പോൾ ഹേബർ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കും അല്ലേ, നൈട്രജനും ഹൈഡ്രജനും കൂടിച്ചേർന്നാൽ എന്ത് കിട്ടി? അമോണിയ കിട്ടി. അപ്പം നമുക്ക് ചുമ്മാ നൈട്രജൻ ഗ്യാസിനെ ഹൈഡ്രജനും തമ്മിൽ മിക്സ് ചെയ്താൽ പോലെ കിട്ടൂലേ? അപ്പോൾ ചുമ്മാ അത് നടക്കത്തില്ല. കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് 1:3 എന്ന റേഷ്യോയിൽ നൈട്രജൻ 1 ഹൈഡ്രജൻ 3. അതാണല്ലോ നമ്മുടെ ഇവിടുത്തെ റേഷ്യോ. NH3 1:3 റേഷ്യോയിൽ നമ്മൾ ഈ പറയുന്ന നൈട്രജനും ഹൈഡ്രജനെയും ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും സ്പോഞ്ച് അയൺ എന്ന് പറയുന്ന കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ കൊണ്ടുവന്ന് റിയാക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു എക്സോതെർമിക് റിയാക്ഷൻ നടക്കുകയും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അമോണിയം ഗ്യാസ് കിട്ടുകയും ചെയ്യും. ഇത് പണ്ട് അറിയില്ലായിരുന്നു. ഇത് കണ്ടെത്തിയത് 2 സയൻറ്റിസ്റ്റുമാരാണ്. ഈ കാണുന്ന ഫ്രിറ്റ്സ് ഹേബറും കാറൽ ബോഷും കൂടിയാണ് ഇത് കണ്ടെത്തിയത്. ഇവർ രണ്ടുപേർക്കും അതിനുള്ള നോബൽ സമ്മാനമൊക്കെ കൊടുത്തു. ഇവരാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ ഇത് പ്രിപ്പയർ ചെയ്യാമെന്ന് കണ്ടെത്തിയതും അത് കാരണം പിന്നെ നൈട്രജൻ ഫെർട്ടിലൈസറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ ഹേബർ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1:3 എന്ന റേഷ്യോയിൽ, അത് നിങ്ങൾക്ക് തന്നെ അറിയാം, നൈട്രജൻ 1 ഹൈഡ്രജൻ 3. നമ്മൾ ഇവർ രണ്ടുപേരെയും ഹൈ പ്രഷറിലും ടെമ്പറേച്ചറിലും നമ്മൾ എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. സ്പോഞ്ച് അയൺ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമ്മുടെ ഹാമറ്റൈറ്റ് ഓർ ഉണ്ടല്ലോ, ഈ ഹാമറ്റൈറ്റ് ഓറിനെ കാർബൺ വെച്ച് റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലിക്വിഡ് ഫോമിലോട്ട് ആക്കാത്ത ഇരുമ്പിനെയാണ് നമ്മൾ സ്പോഞ്ച് അയൺ എന്ന് പറയുന്നത്. ഇതിൽ കാർബണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഓക്സിജൻ പോകുമെന്നുള്ളതൊക്കെ നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ ഇവിടെ മൊത്തം ഇങ്ങനെ സ്പോഞ്ചിലുള്ളതുപോലെ കുറേ ഈ എയർ ബബിൾ എസ്കേപ്പ് ആയതിൻ്റെ ഒരു ബ്ലിസ്റ്റർ പോലത്തെ സാധനം നമ്മൾ മുന്നത്തെ ചാപ്റ്റർ പഠിച്ചില്ലേ, അതുപോലത്തെ ഒരു സംഭവം അപ്പിയറൻസ് ഉണ്ടാകും. അതുകൊണ്ടായിരുന്നു സ്പോഞ്ച് അയൺ എന്ന് വിളിക്കുന്നത്. അത്രയൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഈ പറയുന്ന സ്പോഞ്ച് അയണിൻ്റെ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അമോണിയ കിട്ടും. റിയാക്ഷൻ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ അമോണിയ ഗ്യാസ് കിട്ടി. നൈട്രജൻ എവിടെ നിന്ന് കിട്ടുന്നു? നമ്മുടെ നൈട്രജൻ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഗ്യാസസിൽ ഒന്നല്ലേ? അപ്പോൾ നൈട്രജൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്നു. ഹൈഡ്രജൻ നമുക്ക് പെട്രോളിയം പ്രോഡക്റ്റ് ആയിട്ടുള്ള നാഫ്തയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോളിസിസ് വഴിയോ നമ്മൾ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഉണ്ടാക്കും. ഇലക്ട്രോളിസിസ് നമ്മൾ പഠിച്ചതാണ്, അറിയാമല്ലോ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഈ കിട്ടുന്ന ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യും? ഹൈ പ്രഷർ ഉപയോഗിച്ച് ലിക്വിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ലിക്വിഡ് അമോണിയ എന്ന് വിളിക്കും. എന്നാൽ ഈ NH4OH ഉണ്ടല്ലോ, ഈ സാധനത്തിന് വിളിക്കുന്ന പേര് ലിക്വർ അമോണിയ എന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചോദ്യം വരും, ഈ ലിക്വിഡ് അമോണിയയും ലിക്വർ അമോണിയയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഹേബർ പ്രോസസ് ഒന്നുകൂടി ഒന്ന് പഠിച്ചാലോ. ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ വെറുതെ നൈട്രജനെയും വെറുതെ ഹൈഡ്രജനെയും ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഹൈ പ്രഷർ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അമോണിയ ഉണ്ടാക്കിയെടുക്കാമെന്ന് കണ്ടെത്തിയ പ്രോസസ്സാണ് ഹേബർ പ്രോസസ്സ്. ഇതിലൂടെയാണ് ഇൻഡസ്ട്രിയലി വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? അമോണിയ പ്രിപ്പയർ ചെയ്യുന്നത്. എന്താണ് റിയാക്ഷൻ? 1:3 റേഷ്യോ. റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ്. 1:3. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ 1 ഹൈഡ്രജൻ 3. അപ്പോൾ 1:3. 1:3 നമ്മൾ എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നത്. ഇതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്. കാറ്റലിസ്റ്റ് ഇവിടെ ആരാണ് ഉപയോഗിക്കുന്നത്? ചോദിക്കാം. സ്പോഞ്ച് അയൺ. ഈ സ്പോഞ്ച് അയൺ ഈ റിയാക്ഷൻ്റെ എന്ത് കൂട്ടും? വേഗത കൂട്ടും. അതുകൊണ്ടാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് ഉപയോഗിക്കുകയോ ഇല്ല, ഇതൊരിക്കലും യൂസായി പോകത്തില്ല. പക്ഷേ റിയാക്ഷൻ്റെ വേഗത കൂട്ടും. നൈട്രജൻ എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുക്കും. ഹൈഡ്രജൻ എന്ന് പറയുന്നത് പെട്രോളിയം പ്രോഡക്റ്റുകളിലൂടെയോ അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് വഴിയോ നമ്മൾ എടുക്കും. അങ്ങനെ കിട്ടുന്നതാണ്. ഇനി കിട്ടുന്ന അമോണിയ ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും? ഹൈ പ്രഷറിലും ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിൽ നമ്മളതിന് ഗ്യാസിന് ലിക്വിഫൈ പ്രഷർ കൊടുക്കുമ്പോൾ അത് ലിക്വിഡായിട്ട് മാറും. അപ്പോൾ കിട്ടുന്നത് ലിക്വിഡ് അമോണിയ. ഇനി ലിക്വർ അമോണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വർ അമോണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയ. അക്വസ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ അമോണിയം വെള്ളമായിട്ട് ചേരുക എന്നല്ലേ? അപ്പോൾ അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയ ലിക്വർ അമോണിയ എന്ന് വിളിക്കുന്നത്. എന്നാൽ നമ്മൾ വെള്ളമില്ലാതെ ഹൈ പ്രഷർ കൊടുത്ത് ലിക്വിഡ് ആക്കിയാൽ വിളിക്കുന്ന പേര് ലിക്വിഡ് അമോണിയ. അപ്പോൾ പ്രഷർ മാത്രം കൊടുത്താൽ അത് ലിക്വിഡ്, വെള്ളത്തിനോട് ചേർത്താൽ അത് ലിക്കർ. അപ്പോൾ ലിക്കർ എന്ന് പറഞ്ഞാൽ മദ്യം ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചല്ലേ കുടിക്കുന്നതെന്ന് ചിന്തിച്ചാലും മതി. അപ്പോൾ ലിക്വർ അമോണിയയിൽ വെള്ളമുണ്ട്, ലിക്വിഡ് അമോണിയയിൽ വെള്ളമില്ല. അതെങ്ങനെ?
അതെ, വെള്ളമില്ല, വെള്ളം എന്ന് വെച്ചാൽ H2O ഇല്ല, സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ആണെന്നേ ഉള്ളൂ. പിടിയിട്ട് കാണുമല്ലോ. അപ്പോൾ ഡിഫറൻസ് നോക്കിയേ. കോൺസെൻട്രേറ്റഡ് അക്വ സൊല്യൂഷൻ ഓഫ് അമോണിയ ഡിസോൾഡ് ഇൻ വാട്ടർ ആണ് ലിക്കർ അമോണിയ. എന്നാൽ പ്യുവർ അൺഹൈഡ്രസ് അമോണിയ, അൺഹൈഡ്രസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ വെള്ളം ഇല്ലാത്തതാണ് ലിക്വിഡ് അമോണിയ. അതായത് വെള്ളമായിട്ട് ചേരുമ്പോൾ NH4OH ആവും. നമ്മൾ തൊട്ട് മുന്നേ നമ്മുടെ ഫ്ലാസ്കിൻ്റെ എക്സ്പെരിമെൻ്റ് വെച്ച് പഠിച്ചു. ഇവിടെ NH3 മാത്രമേ ഉള്ളൂ. വാട്ടർ ഉണ്ട്, ഇവിടെ എന്താണ്, വാട്ടർ ഇല്ല. സൊല്യൂഷൻ ഫോമിലായിരിക്കും, ഇവിടെ പ്യുവർ ലിക്വിഡ് അമോണിയ ആയിരിക്കും. യൂസസ് നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും ക്ലെൻസിങ് ഏജൻ്റായിട്ട് ടെക്സ്റ്റൈൽ ട്രീറ്റ്മെൻറ്റിനൊക്കെ വേണ്ടി ഉപയോഗിക്കും. റെഫ്രിജറൻറ്റും അത് നമ്മളിപ്പോൾ പഠിക്കാം. ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, യൂസസ് ഓഫ് അമോണിയ. ഇതും ഒരു 2 മാർക്കിന് ചോദിക്കാം. അമോണിയയുടെ യൂസുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ യൂസ് നമ്മൾ ഇതിനോടകം തന്നെ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ഫെർട്ടിലൈസറുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. അമോണിയം സൾഫേറ്റും അതുപോലെ അമോണിയം ഫോസ്ഫേറ്റും അതുപോലെ യൂറിയൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. റെഫ്രിജറൻ്റ് ആയിട്ട് ഉപയോഗിക്കും. ഫ്രിഡ്ജിനകത്തൊക്കെ നമുക്കറിയാമല്ലോ പുറകിലൊരു സാധനം ഉണ്ട്, അതിന് പേരാണ് റെഫ്രിജറൻറ്റ്, കൂളൻ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ആ റെഫ്രിജറൻ്റ് ആയിട്ട് നമ്മൾ പണ്ട് അമോണിയ ഉപയോഗിക്കുമായിരുന്നു, ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് സച്ചസ് നൈലോൺ ആൻഡ് റയോൺ. നൈലോണും റയോണും ഒക്കെ നമ്മൾ ആദ്യമേ പഠിച്ചു അല്ലേ? അയ്യോ അതല്ലേ, നമ്മൾ ഈ വർഷം തുടങ്ങിയപ്പോൾ പഠിച്ചതാണ്. ഇനിയിപ്പോൾ എന്താ ടേം ഫൈനൽ എക്സാം വരാൻ പോവുകയാണ്, എല്ലാം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു റിവിഷനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാം, ജനുവരി ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇനി അവസാനം ഫെബ്രുവരി പകുതിക്ക് പരീക്ഷ വരും. ഫെബ്രുവരിയൊക്കെ ആയിട്ട് നമ്മൾ റിവിഷൻ തുടങ്ങാൻ നിന്നാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ജനുവരി പകുതി അല്ലെങ്കിൽ ജനുവരി ആദ്യ ആഴ്ചകളിൽ തന്നെ ഒരു റിവിഷൻ സീരീസ് അത് ഞാൻ ലൈവായിട്ട് ചെയ്താലോ എന്നൊരു പ്ലാനുണ്ട്. അതായത് നമുക്കൊരു വൈകിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 1, 2, 3 ദിവസം നമുക്ക് എന്ത് ചെയ്യാം, വൈകിട്ട് ഒരു സമയത്ത് നമുക്ക് ലൈവ് വരാം. അപ്പോൾ നിങ്ങളും വരിക, നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ചിരുന്ന് ആദ്യത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോകാം ഇപ്പോഴേ. അതാകുമ്പോൾ നമുക്ക് ഫൈനൽ എക്സാംസ് സെറ്റാക്കാൻ പറ്റും. അടുത്ത്, ഇൻ ദ റിഫൈനിങ് ഓഫ് പെട്രോളിയം റിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. as the main raw material in the industrial preparation of nitric acid by Ostwald process. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണം, അതിൻ്റെ പേരാണ് ഓസ്വാൾഡ് പ്രോസസ്സ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, അമോണിയ ഉപയോഗിക്കും. ഇത് കാണാതെ പഠിച്ചു വെച്ചേ വഴിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഒന്നുകൂടെ കണ്ടോ. പ്രിപ്പറേഷൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് സച്ചസ് അമോണിയം സൾഫേറ്റ് ആൻഡ് അമോണിയം ഫോസ്ഫേറ്റ് ആൻഡ് യൂറിയ റെഫ്രിജറൻ്റായിട്ട് ഉപയോഗിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഫൈബറുകളായ നൈലോണും റയോണും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. പെട്രോളിയത്തിൻ്റെ റിഫൈനിങ്ങിന് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്ന ഓസ്റ്റ്വാൾഡ് പ്രക്രിയയിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, അമോണിയ ഉപയോഗിക്കാറ് ഉണ്ട്. അപ്പോൾ ഇതാണ് അമോണിയ ഉപയോഗം. ഇനി അമോണിയയുടെ റിയാക്ഷനുകളെ പറ്റിയിട്ടാണ്. അതിപ്പോൾ ഇന്നിപ്പോൾ ഓൾറെഡി 1/2 മണിക്കൂറോളം ആകുന്നു, മതി, ഇത്രയും മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, റിയാക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ലേഷാർലെ പ്രിൻസിപ്പളിലോട്ടൊക്കെ പോകാം. അതായത് ഇക്വിലിബ്രിയം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സൾഫ്യൂരിക് ആസിഡിലോട്ട് എത്തുന്നത്, ആസിഡുകളുടെ കിങ് ഓഫ് ആസിഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത്. സോ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട്